300-ലധികം മരണമെങ്ങാണ്ടാണല്ലേ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. മരണമെന്ന് മാത്രമല്ല, ഞാൻ ആ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ട ഹൃദയഭേദകമായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ശരീരഭാഗം മാത്രമാണ് ഒരാള് എന്ന് പറയുന്നത്. ഇപ്പോഴും തിരിച്ചറിയപ്പെടാനാകാത്ത വിധം അടക്കം ചെയ്യപ്പെട്ട മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. DNA പരിശോധനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പൊതുവായ ഒരു സ്ഥലത്താണ് ഇത് അടക്കം ചെയ്തിരിക്കുന്നത്, സംസ്കരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി തങ്ങളുടെ വീടുകളിൽ സംസ്കരിച്ച വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ പോലുമുള്ള മൃതദേഹങ്ങൾ ഒരുപാടുണ്ട്. അത്തരം വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ആ ദുരന്തത്തോട് ഇങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ, ഈ ഇന്ത്യ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം എന്ന് പറയുന്നത്, അവിടെ എന്തുകൊണ്ട് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു അതാണ് പറയുന്നത്. അസാമിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ടാക്കും, അത് എത്രയോ കൊടുത്തുകൊള്ളട്ടെ, അവരുടെ ഇതനുസരിച്ചുകൊണ്ട് അവിടെ BJP ആണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്നത്. അതേപോലെ അസാമിന് മാത്രമല്ല കേട്ടോ, ഉത്തർപ്രദേശിൽ കൊടുത്തിട്ടുണ്ട്. BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ദുരന്തം ഉണ്ടാകാത്ത സ്ഥലങ്ങളിൽ പോലും അത് ദുരന്തങ്ങളെ തടയാനായിട്ട്, പ്രളയത്തിനെയൊക്കെ തടയാനായിട്ട് ഉള്ള ഒരു പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ട് കോടികൾ, 2000-3000 കോടികളൊക്കെ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേ രീതിയിൽ കാണേണ്ടതാണ്. പക്ഷെ അത് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പക്ഷെ കേരളത്തിന് യാതൊരു പരിഗണനയും ആ രീതിയിൽ ലഭിക്കുന്നില്ല. ആ ദുരന്തത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടി ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അത് പറ്റില്ല എന്ന് പറയുന്ന ഓരോ മാനദണ്ഡങ്ങൾ പറഞ്ഞ് തള്ളുകയാണ്.